Dear students, Calicut University ഫസ്റ്റ് സെമസ്റ്റർ എം.കോം ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി എന്ന സബ്ജക്റ്റാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ ആകെ 11 ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് പോകാം. എന്താണ് ബിസിനസ് ഫേം എന്നത്? A business firm is an open system that receives resources from the environment and supplies goods and services back to it. അതായത് ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും റിസോഴ്സുകൾ സ്വീകരിക്കുകയും അതേ എൻവയോൺമെൻറ്റിലോട്ട് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓപ്പൺ സിസ്റ്റത്തെയാണ് ബിസിനസ് ഫേം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഓരോ ബിസിനസ്സിൻ്റെയും വിജയം അവ പ്രവർത്തിക്കുന്ന എൻവയോൺമെൻറ്റിനുമായി പൊരുത്തപ്പെടാനുള്ള കഴിവിനെ ആശ്രയിച്ചിട്ടായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ, അപ്പോൾ ഇന്ത്യയിലുള്ള റൂൾസും റെഗുലേഷനും നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 2 തരം എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് ആണ് നിലവിലുള്ളത്. ഒന്ന് ഇൻറ്റേർണലും മറ്റൊന്ന് എക്സ്റ്റേണലും. ഇതിൽ ഇൻറ്റേർണൽ ഫോഴ്സസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കൺട്രോളിൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതും എക്സ്റ്റേണൽ ഫോഴ്സസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കൺട്രോളിൻ്റെ അപ്പുറത്തുള്ളതാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് എക്സ്റ്റേണൽ ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലോ അതുമല്ലെങ്കിൽ പ്രാദേശിക ലെവലിലോ വരെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് ആണ് എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ത്രെഡ്സ് ആയിക്കോട്ടെ, അവ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടെ ഈ എക്സ്റ്റേണൽ ഫോഴ്സസിനുണ്ട്. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും ഉയർന്നു വരുന്ന അവസരങ്ങൾ നേടിയെടുക്കുകയും വെല്ലുവിളികളെ ഫേസ് ചെയ്യുകയും ചെയ്യുക എന്നതായിരിക്കും ഓരോ ബിസിനസ് സ്ഥാപനത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പോളിസി രൂപീകരണത്തിൽ അവിടെ നിലകൊള്ളുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. പല കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുകയും മാത്രവുമല്ല അതേ സമയം തന്നെ ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഡയറക്ഷനും സപ്പോർട്ടും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനവും ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പരിസ്ഥിതിയും പരസ്പരം ആശ്രയിച്ചിരിക്കും. ഒരു ബിസിനസ് ഫേം അതിൻ്റെ പരിസ്ഥിതിയെ റിസോഴ്സുകൾക്ക് വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയും ആശ്രയിക്കുമ്പോൾ ആ ഒരു പരിസ്ഥിതി ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും അവർക്കാവശ്യമായ ഗുഡ്സും സർവീസും തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസികളിലോ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസിലോ വല്ല മാറ്റവും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം തീർച്ചയായിട്ടും അതിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകണം. അതിനനുസരിച്ച് നമ്മുടെ പോളിസിയും അതായത് ബിസിനസ്സിൻ്റെ പോളിസിയും തീർച്ചയായിട്ടും മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിൻ്റെ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് അതിനോട് ഫലപ്രദമായിട്ട് പ്രതികരിക്കാനും ഓരോ മാർക്കറ്റ് ട്രെൻഡ്സിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാനും മാത്രവുമല്ല ദീർഘകാല നിലനിൽപ്പിനും ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സക്സസ്സിനും ഇത് സഹായിക്കും. ഇനി നമുക്ക് എൻവയോൺമെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ദ എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ഓൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് എ ബിസിനസ് ബട്ട് ആർ ബിയോണ്ട് ഇറ്റ്സ് കൺട്രോൾ. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കൺട്രോളിൻ്റെ പരിധിക്കപ്പുറത്ത് വരുന്നതും അത് ബിസിനസ് സ്ഥാപനത്തിനെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും ഫോഴ്സസിനെയുമാണ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുമല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം നിലകൊള്ളുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തോ ഉള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ ചുറ്റുപാടുകളെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇവ അടങ്ങുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും ഇമ്പാക്റ്റ് ചെലുത്താനുള്ള കഴിവ് കൂടെ ഉണ്ട്. ഒരു ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് ഈ പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. പി ഫോർ പൊളിറ്റിക്കൽ, അതായത് ഗവൺമെൻറ് പോളിസീസ്, സ്റ്റെബിലിറ്റി, ടാക്സേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് എക്കണോമിക്. ഇവിടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, ഇൻകം ലെവൽസ് ഇതൊക്കെയാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നത്. സോഷ്യൽ എൻവയോൺമെൻറ്റിൽ ഡെമോഗ്രാഫിക്സ്, എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ കാര്യങ്ങളും, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ ഇന്നോവേഷൻ, ഓട്ടോമേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നീ കാര്യങ്ങളും, ലീഗൽ എൻവയോൺമെൻറ്റിൽ ലേബർ ലോസ്, ബിസിനസ് റെഗുലേഷൻ എന്നീ കാര്യങ്ങളും, അവസാനമായി വരുന്ന എൻവയോൺമെൻറ്റലിൽ നാച്ചുറൽ റിസോഴ്സസ്, സസ്റ്റൈനബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളുമാണ്. ഇനി കുറച്ച് ഡെഫിനിഷൻ നോക്കാം.
ബയാർഡ് ഓ വീലറിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ബിസിനസ് എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ദി ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് എക്സ്റ്റേണൽ ടു ഫേംസ് ആൻഡ് ഇൻഡസ്ട്രീസ് വിച്ച് അഫക്റ്റ് ദെയർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻസ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെയോ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയുമാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കെയ്ത്ത് ഡേവിസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദി അഗ്രിഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻസ്, ഈവൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റ് ഇറ്റ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും സംഭവങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ഒരു കൂട്ടത്തെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. വില്യം എഫ് ഗ്ലൂക്ക് ആൻഡ് ലോറൻസ് ആർ ജോർജ് എന്നിവരുടെ ഡെഫിനിഷൻ കൂടെ നോക്കാം. ദ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഫേം വിച്ച് ക്യാൻ ലീഡ് ടു ഓപ്പർച്യൂണിറ്റീസ് ഓർ ത്രെഡ്സ് സച്ച് ആസ് സോഷ്യോ എക്കണോമിക്, ടെക്നോളജിക്കൽ, സപ്ലയർ, കോമ്പറ്റീറ്റർ ആൻഡ് ഗവൺമെൻറ് സെക്ടേഴ്സ്. ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് അവസരങ്ങളായോ ഭീഷണികളായോ പ്രവർത്തിക്കാൻ കഴിവുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം സോഷ്യോ എക്കണോമിക്, ടെക്നോളജിക്കൽ, സപ്ലയർ, കോമ്പറ്റീറ്റർ ആൻഡ് ഗവൺമെൻറ് സെക്ടേഴ്സ് തുടങ്ങിയവയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്.